അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ ഭാര്യ എന്റെ അനിയത്തി അല്ല. തന്നെയും നിങ്ങളുടെ മകളെയും എനിക്ക് അറിയയില്ല. എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മാത്രം എന്താണ് ഉണ്ടായത്? പറയൂ പ്രസ. പറയുന്ന അനുസരിച്ചാ മതി. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ പറയുമ്പോഴേക്കും പിഴുതെറിയാൻ പറ്റിയൊരു ബന്ധമാണ് നമ്മുടേത്. ഒന്നുമില്ലെങ്കിലും നമ്മള് മക്കൾക്ക് കൊടുത്തൊരു വാക്കില്ലേ? കുഞ്ഞുനാളിൽ അങ്ങനെ പലതും പറഞ്ഞു കാണും. കാലത്തിനനുസരിച്ച് ചില വാക്കുകൾ മാറ്റി പറയേണ്ടി വരും. അത് സ്വാഭാവികം. ആദ്യം തുളസിയുമായിട്ടുള്ള വിവാഹം അത് നടക്കില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. അതിന്റെ പേരും പറഞ്ഞ് ഇനി ആരും പിന്നാലെ വരികയും വേണ്ട. പ്രസ സമ്മതിച്ചില്ലെങ്കിൽ അവര് വിവാഹം കഴിക്കില്ലായിരിക്കും. പക്ഷേ ഞാൻ സമ്മതിക്കില്ല. അതിന് മാത്രം എന്താ ഉണ്ടായത്? അതിനൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയ പ്രസയുടെ അനിയത്തിയല്ലേ? അവളുടെ മനസ്സ് വേദനിക്കുന്നൊന്നും പ്രസ ചെയ്യാറില്ലല്ലോ. അതൊക്കെ അവസാനിച്ചു. എനിക്കിപ്പോ എന്റെ മകന്റെ ജീവിതമാണ് വലുത്. ആദി ഹോം ഡെലിവറി ജോലിക്ക് പോയതാണോ പ്രശ്നം? ആദ്യം അവൻ ഇഷ്ടമുള്ള ജോലി ചെയ്യും. അതൊന്നും താൻ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ആദ്യം തന്റെ മകനൊന്നും അല്ലല്ലോ, എന്റെ മകനല്ലേ. അതുകൊണ്ട് അത്തരം അബദ്ധധാരണകളൊന്നും വേണ്ട. അടുക്കാൻ പറയുമ്പോൾ അടുക്കാനും അകലാൻ പറയുമ്പോൾ അകലാനും അതിന് മാത്രം എന്ത് തെറ്റാ തുളസി ചെയ്തത്? ആദ്യം തുളസിയും അവരിതെങ്ങനെ സഹിക്കും? അവരെ തമ്മിൽ അകറ്റാൻ മാത്രം എന്ത് കാരണമാണ് ഉണ്ടായത്? അതും കൂടി പ്രസ ഒന്ന് പറയണം. എനിക്ക് മനസ്സില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തനിക്ക് ഇറങ്ങി പോവാം. പ്രസ, ഏയ് കോൾ മീ സർ. കീഴുദ്യോഗസ്ഥന്മാരെ മേലുദ്യോഗസ്ഥന്മാരെ വിളിക്കേണ്ടത് അങ്ങനെയാ. സോറി സർ. സോറി ജയ, വെരി വെരി സോറി. എനിക്ക് വേറെ നിവൃത്തിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കും. ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ വീണു. അച്ഛൻ അതിങ്ങ് തന്നെ, കൈ മുറിയും, ഞാൻ എടുത്തോളാം.
കരയുന്നോ? ഏയ് എന്തു പറ്റി? കൈ മുറിഞ്ഞോ? ഏയ് ഒന്നുമില്ല. പിന്നെ എന്തിനാ കരയുന്നേ? കരയാനോ? നിനക്ക് തോന്നുന്നതാ. കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഗ്ലാസ് താഴെ വീണപ്പോ എന്തോ കണ്ണിപ്പോയി. അയ്യോ, നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഇപ്പൊ കുഴപ്പമില്ല, അത് പോയി. നോക്കട്ടെ. ആ, ഇത് കണ്ണിലെ കരടും കപ്പലും ഒന്നും പോയതല്ല, കരഞ്ഞത് തന്നെയാ. സത്യം പറ, എന്തിനാ കരഞ്ഞേ? നീ ചുമ്മാ മാറിക്കേ. കാര്യം പറ, എന്തിനാ കരഞ്ഞേ? നിനക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞില്ലേ? ദേ, എന്നോട് വിളിക്കേണ്ട പോലീസേ, വേഗം പറ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. അച്ഛാ, അച്ഛൻ മാമന്റെ അടുത്ത് പോയിരുന്നോ? ഇല്ല. ദേ, പിന്നെയും കള്ളം പറയുന്നു. സത്യം പറഞ്ഞേ, മാമൻ എന്താ അച്ഛനോട് പറഞ്ഞേ? പറ, വഴക്ക് പറഞ്ഞോ? നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോരുത്. ഞാൻ ഒരു പ്രശ്നത്തിന് പോവില്ല. അച്ഛൻ പറ, മാമൻ എന്താ അച്ഛനോട് പറഞ്ഞേ? പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പ്. ഇനി ഞാൻ അച്ഛനെ തലയെ തൊട്ട് സത്യം ചെയ്യണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം മോളുടെ അമ്മ ഇതറിയരുത്, അത്രേ ഉള്ളൂ. ഇല്ല, അച്ഛൻ പറയുന്ന ഈ കാര്യം ഒരു കാരണവശാലും ഞാൻ അമ്മയോട് പറയില്ല. കയ്യിന്ന് തന്നെ സത്യം. പോരെ? ആദ്യം തുളസിയുമായിട്ടുള്ള വിവാഹം അത് നടക്കില്ല. അതിന്റെ പേരും പറഞ്ഞ് ഇനി ആരും പിന്നാലെ വരികയും വേണ്ട. അച്ഛൻ വിഷമിക്കല്ലേ. പ്രമോദേ, ഞാൻ ചില ന്യൂസൊക്കെ കേട്ടു. എന്താണ് ഉണ്ടായത്? എടാ, അച്ഛൻ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ പുറത്തിറങ്ങരുത്. അതിനുവേണ്ടി എന്റെ ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്തു. ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി വേണമെങ്കിൽ നീ എന്റെ വണ്ടി ഉപയോഗിച്ചോടാ. എടാ, അതുകൊണ്ട് എന്താ കാര്യം? ലൈസൻസ് ക്യാൻസൽ ചെയ്തില്ലേ? ഓ പിന്നെ, ലൈസൻസ് ഉണ്ടായിട്ടല്ലേ ഇവിടെ എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. എടാ, എല്ലാവരും പോലെയാണോ ഞാൻ? എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത കാര്യം അച്ഛൻ ഇപ്പോൾ സിറ്റിയിലെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും വിളിച്ച് പറഞ്ഞു കാണും. നീ ഇനി ജോലിക്ക് പോവാതിരിക്കാനുള്ള സൂത്രമാണ്. അത് തന്നെയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ ടെൻഷൻ അടിക്കണ്ട. ഈ ജോലി പോണെങ്കിൽ പോട്ടെ. നമുക്കേ വണ്ടി ഓടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ജോലി വല്ലതും ഉണ്ടോ നോക്കാം. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. വണ്ടി ആവശ്യമില്ലാത്ത ജോലികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ശരിടാ. ആദ്യേട്ടൻ വേറെ ജോലിക്ക് പോവാണോ? എന്താ, നിന്റെ അടുത്ത് വല്ല ജോലിയുണ്ടോ? അല്ല, ബൈക്ക് ചെയ്യുന്ന ബിസിനസ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന കേട്ടല്ലോ. അതെ, ഡ്രൈവ് ചെയ്യാനുള്ള എന്റെ ലൈസൻസ് അല്ലേ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടേ മറ്റെവിടെയെങ്കിലും ജോലി നോക്കണം. വേറെ എന്ത് ജോലി ആദ്യേട്ടാ? വേറെ എന്തെല്ലാം ജോലികൾ കിടക്കുന്നു? IT ജോബാണോ? അല്ല, പിന്നെ അങ്ങാടിയിലെ ചുമടെടുക്കാൻ പോകുന്ന ജോലി. അയ്യോ, ചുമടെടുക്കാനോ? ആദ്യേട്ടനോ? എന്താ, പറ്റില്ലേ? ജീവിക്കാൻ വേണ്ടിട്ടേ മരിക്കാൻ വരെ തയ്യാറാണ് ഞാൻ. ജീവിക്കാൻ വേണ്ടി മരിച്ചു പോവില്ലേ? അല്ലെങ്കിൽ തന്നെ ആദ്യേട്ടന് എന്തിനാ ഒരു ജോലി? ജോലി ഉണ്ടായിട്ടാണോ ഞാനിവിടെ കഴിയുന്നത്? നാണയില്ലാത്തവർക്ക് എന്തോ ആവാം. എന്താ ആദ്യേട്ടാ? ഒന്ന് പോയേ, മനുഷ്യനെ വെറുതെ ബോറടിപ്പിക്കാനായിട്ട്. ഞാൻ ആദ്യേട്ടനെ ബോറടിപ്പിക്കുകയാണോ? എന്താ സംശയം? നീ മാത്രമല്ല, ഇവിടുത്തെ എല്ലാവരും എന്നെ ബോറടിപ്പിച്ച് കൊല്ലും. അതെ, ഞാൻ ആദ്യേട്ടനെ കൊല്ലില്ല. ആദ്യേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇതുവരെ ചെയ്ത ഹെൽപ്പൊക്കെ തന്നെ ധാരാളം.
ഞാൻ ഇതുവരെ ആദ്യേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലല്ലോ. ഒന്ന് പോയി തരാവോ? ഓ. ആദ്യേട്ടന് എന്താ വേണ്ടത്? ആദ്യേട്ടന്റെ കയ്യിൽ നിന്ന് പ്രസാദ് അങ്കിള് പിടിച്ചെടുത്ത ലൈസൻസ് അല്ലേ അത് അത്? അത് ഞാൻ എടുത്തു തരാം. നീയോ? എങ്ങനെ? ആദ്യേട്ടന്റെ ലൈസൻസ് തിരിച്ചു തരാൻ വേണ്ടി ഞാൻ പ്രസാദ് അങ്കിളിനോട് റെക്കമെൻഡ് ചെയ്യാം. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഞാൻ പറഞ്ഞ പ്രസാദ് അങ്കിൾ അത് ആദ്യേട്ടന് തിരിച്ചു തരും. ഒന്നുമില്ലെങ്കിലും ഞാനല്ലേ പ്രസാദ് അങ്കിളിന്റെ ഭാവി മരുമകൾ. എന്റെ ആദ്യേട്ടന് വേണ്ടി എനിക്ക് വേണ്ടി നീ എന്റെ അച്ഛനോട് റെക്കമെൻഡ് ചെയ്യാന്ന്? യെസ്. ഇറങ്ങിപ്പോ എന്റെ റൂമിൽ നിന്ന്. എന്റെ അച്ഛന്റെ എന്റെ ഇടയില് നിന്റെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. ഇതേ ഞാനും എന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം. അതിന്റെ ഇടയിൽ കയറി വന്നേ ആളാവാൻ നോക്കല്ലേ. എനിക്കറിയാം എന്ത് വേണോന്ന്. അത് പിന്നെ ആദ്യേട്ടൻ ചുമടെടുക്കാൻ പോന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചിലപ്പോഴേ ചുമരെടുക്കും, ചിലപ്പോഴേ മീൻ കച്ചവടം നടത്തും, ചിലപ്പോ ഞാൻ ഇനി ആഗ്രഹ കച്ചവടം നടത്തും. അതിന് നിനക്കെന്താ? ആദ്യേട്ടന്റെ ലൈസൻസ്. എന്റെ ലൈസൻസ് പോണെങ്കിൽ പോട്ടെ. നീ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോയേ. പോ അങ്ങോട്ട്. പോ. ശ്ശൂ. ശ്ശൂ. എന്തു പറ്റി ചേട്ടാ? എന്ത് പറ്റിയെന്നറിയില്ല. സ്റ്റാർട്ടാവുന്നില്ലല്ലോ. സ്റ്റാർട്ടാവുന്നില്ല. വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ ഏൽപ്പിക്കാന്നേ, എന്നിട്ട് ഓട്ടോ വിളിച്ചു പോവാം. ഇവിടെ ഓട്ടോ കിട്ടാനാ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വണ്ടി വീട് വരെ തള്ളുക, അതേ വഴിയുള്ളൂ. അത് ബുദ്ധിമുട്ടല്ലേ ജയേട്ടാ? ഇനി വർക്ക്ഷോപ്പുള്ളത് നമ്മുടെ വീട് കഴിഞ്ഞിട്ടാ. അല്ലേ പിന്നെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം. ഓ, അത്രയും ദൂരം മുന്നോട്ട് തള്ളിയ നമുക്ക് വീട്ടിലെത്താം. ആ, എന്നാ പിന്നെ തള്ളാം. ഇതങ്ങോട്ട് വെക്കും. എനിക്ക് വയ്യ. ഏട്ടന്റെ കാറല്ലേ അത്? ആ, അതെ അതെ. നീ കൈ കാണിക്ക്, നമുക്ക് അതിൽ കയറി പോവാം. ഏട്ടാ, ഏട്ടാ, ഏയ്, ഏയ്, ഏട്ടൻ നിർത്തിയില്ലല്ലോ. പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാണാതെ പിന്നെ ചിലപ്പോ എന്തെങ്കിലും തിരക്കിലാവും. എന്ത് തിരക്കാണെങ്കിലും ഞാൻ കൈ കാണിച്ചിട്ട് ഏട്ടൻ നിർത്തിയില്ലല്ലോ. ഏട്ടൻ മനഃപൂർവ്വം നിർത്താതെ പോയത് തന്നെയാ. പ്രിയ, ചിലപ്പോ വീടെത്താറായതുകൊണ്ട് നിർത്താത്തായിരിക്കും. ഞാൻ എന്തായാലും വണ്ടി ഒന്നുകൂടെ നോക്കട്ടെ. ദുർഗ സ്വന്തം മകന്റെ ഭാവിയാണ് തകർക്കാൻ നോക്കുന്നത്. അവന്റെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് അവക്ക് എന്ത് കിട്ടുന്ന നീ പറയുന്നത്? പുണ്യം. ദുർഗയ്ക്ക് പുണ്യം കിട്ടും. പ്രസാദിന്റെ സ്വത്തോ ജോലിയോ പദവിയോ ഒന്നും കണ്ടിട്ടല്ല. ആദ്യം നാളെ വലിയൊരു എഞ്ചിനീയർ ആവൂ എന്നുള്ള പ്രതീക്ഷയിലും അല്ല ഞാൻ ആദിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ കാര്യം ശാന്തേട്ടനും അറിയാവുന്ന കാര്യമല്ലേ? എന്റെ പ്രസീത മോളോട് പ്രസാദ് കാണിച്ച അവഗണന
അതിന് പ്രതികാരം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അവളുടെ അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? പ്രസീതയെ പ്രസാദ് വിവാഹം കഴിച്ചില്ല. അതിന് പ്രതികാരം തീർക്കേണ്ടത് അവളുടെ മകളെയും പ്രസാദിന്റെ മകനെയും വെച്ചിട്ടാണോ? അവരെന്ത് പിഴച്ചു? അന്ന് പ്രസാദ് അവളെ കെട്ടിയിരുന്നെങ്കിൽ നമ്മുടെ മോൾക്ക് ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. നീ പറയുന്നത് കേട്ടാ തോന്നും പ്രസീതയും ഹസ്ബൻഡിനെയും തമ്മിൽ അകറ്റിയത് പ്രസാദാണെന്ന്. അച്ഛന്റെ സഹോദരിയുടെ മകളെ അനിയത്തിയുടെ സ്ഥാനത്തെ കാണാൻ പറ്റുള്ളൂ എന്ന് അന്ന് അവൻ പറഞ്ഞു. അതാ അവൻ പറഞ്ഞ ന്യായം. എന്നിട്ടിപ്പോ സ്വന്തം മകനെ കൊണ്ട് സഹോദരിയുടെ മകളെ കെട്ടിക്കാൻ നടക്കുന്നു. അതിന് ഞാൻ സമ്മതിക്കില്ല. പ്രസീതയും പ്രസാദിനെ പോലെയാണോ ആദ്യം തുളസി? അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ സ്നേഹം അവസാനിച്ചു. നീ അവസാനിപ്പിച്ചു എന്ന് പറ. എങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. ദുർഗയുടെ മനസ്സിൽ ഞാൻ ഒഴിച്ചു കൊടുത്ത വിഷം പടർന്നു തുടങ്ങിയെന്ന് കരുതിയാലും തെറ്റില്ല. പ്രസാദ് അവന്റെ പ്രിയപ്പെട്ട അനിയത്തിയും മരുമകളെയും വെറുത്തു തുടങ്ങി. വേണ്ടിയിരുന്നില്ല. വേണം. ഇപ്പൊ ജയം മംഗളയുടെ ഭാഗത്താ. എന്റെ മനസ്സിലിരിപ്പ് അറിയാതെ ദുർഗ കളിക്കുന്ന കളിയിൽ എരിഞ്ഞമരാൻ പോകുന്നത് ശാന്തേട്ടൻ പറഞ്ഞതുപോലെ അവളുടെ മകൻ തന്നെയാ. പക്ഷേ അതിന്റെ മോള് അവൾ നമ്മുടെ പ്രസീതയുടെ മകളല്ലേ? അവൾക്കൊരു നല്ല ഭാവി വേണ്ടേ? ആദ്യ നല്ല കുട്ടിയെ അവൻ അവളെ സംരക്ഷിക്കും. അതെനിക്ക് ഉറപ്പാ. അല്ല, അതിന് നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവുന്നേ? അതിന്റെ മോളുടെ ഭാവി അതെന്താവുമെന്നുള്ള പേടി. ആദ്യം അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞിട്ട് ആലോചിച്ചാ പോരെ ആതിരയുടെ ഭാവി. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട്. പൂരം വരാനിരിക്കുന്നേ ഉള്ളൂ. പ്രസാദേട്ടൻ ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ മാമ നിങ്ങളെ മനഃപൂർവ്വം മൈൻഡ് ചെയ്യാത്തായിരിക്കുമെന്ന്. അതൊന്നും കാര്യമാക്കണ്ട. ഏട്ടന് ദേഷ്യം കാണുമല്ലോ. അതിനു വേണ്ട എല്ലാ കാരണങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. ദേ കിടക്കുന്നു. അതിനും കുറ്റം തുളസിക്കിരിക്കട്ടെ. ആദ്യം ഞാൻ ജോലിക്ക് പറഞ്ഞു വിട്ടതിന്റെ ദേഷ്യം തീർക്കല്ല മാമൻ. ആദ്യം ഡെലിവറി ബോയ് ആയിട്ട് ജോലിക്ക് പോയാലും കളക്ടറായിട്ട് ജോലിക്ക് പോയാലും ഈ അവസരത്തിൽ മാമൻ നമ്മളോട് ഇങ്ങനെ തന്നെ പെരുമാറും. ഇനി ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയില്ലേ, പിന്നെന്താ മോളെ? അതെ അച്ഛാ, ആരൊക്കെ തോൽപ്പിക്കാൻ നോക്കിയാലും നമ്മൾ തോൽക്കില്ല, തോൽക്കാൻ പാടില്ല. ഇന്ന് നിങ്ങൾ സ്കൂട്ടർ തള്ളിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടും അത് കാണാത്തതുപോലെ മാമൻ പോയില്ലേ? സാരില്ല, ആ വിഷയം തൽക്കാലം നമുക്ക് മറക്കാം. നീ പറഞ്ഞത് ശരിയാ മോളെ, നമുക്ക് മറക്കാം. പക്ഷെ മനസ്സിന്ന് പോകുന്നില്ല അത്. ചിലതൊക്കെ മറക്കണമേ, എന്നാലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. ആദ്യേട്ടാ, 1 minute. ആദ്യേട്ടാ, ഒന്നിങ്ങ് വന്നേ.
എവിടേക്ക്? വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലെന്ന് കരുതി ആദ്യമായിട്ട് വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ലൈസൻസ് ഉണ്ട്. ആദ്യമായിട്ട് എവിടെയാ പോണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഡ്രോപ്പ് ചെയ്യാ. കേറ്. നിന്റെ ഒരു ഹെൽപ്പും എനിക്ക് ആവശ്യമില്ല. ഇതെന്റെ ഹെൽപ്പ് അല്ല ആദ്യേട്ടാ, എന്റെ കടമയാ. ഇനി എന്നും ആദ്യേട്ടന്റെ കൂടെ ഞാനുണ്ടാവും. എന്നെ ഒരു ഡ്രൈവറായിട്ട് കണ്ടാ മതി. നിന്നെ ഒരു ഡ്രൈവറായിട്ടല്ല, ഒരു മനുഷ്യനായിട്ട് പോലും കാണാൻ പറ്റില്ല. കഴുത. കഴുതയോ? ഏയ്, കഴുത പോലൊന്നുമല്ല. ആദ്യേട്ടാ വാ കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുറച്ചൊക്കെ. ചില വാക്കുകളൊക്കെ ഇപ്പോഴും കറക്റ്റ് അല്ല ആദ്യേട്ടാ. അതെ, നിന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വണ്ടിയായിട്ട് എന്റെ പിന്നാലെ വന്നാ വണ്ടി നീയെ റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടി വരും. മനസ്സിലായോ?